ഉത്തരം പറയൂ ഉടൻ പാം എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങളുടെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അവരൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പേരെന്താണ്? ഗോപിക. ഗോപിക. എവിടെയാണ് സ്ഥലം ഗോപിക? ട്രിവാൻഡ്രത്ത്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടാണ്. എന്താണ് ചെയ്യുന്നത് ഗോപിക? ഞാൻ സ്റ്റുഡന്റ് ആണ്, മാർവാനീസ് കോളേജ്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസം ആണ്. ശരി ശരി. എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നു. ഓക്കെ, രണ്ടുപേരും ഒരേ സെയിം ഇല്ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഹോസ്റ്റൽ. ഓക്കെ. പേരെന്താണ്? സ്നേഹ. എവിടെയാണ് സ്ഥലം? എൻ്റെ സ്ഥലം കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം. പൂരക്കളി അടക്കുന്ന നാട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് പരിപാടി? ഞാനിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാണ് അല്ലേ? ശരി. അപ്പോൾ തിരുവനന്തപുരം നന്നായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ നാടിനെ അപേക്ഷിച്ച് എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ ആണോ? നല്ല അടിപൊളി സ്ഥലമാണ്. ഓക്കെ. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ട്രിവാൻഡ്രം വന്നതിന് ശേഷം? ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ശരി. ഓക്കെ. ഒരു നല്ലൊരു ജേർണലിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരിക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മുടെ എത്തിക്സിന് ഒത്തയാണോ അതൊക്കെ നോക്കി പെരുമാറാൻ പറ്റണം. അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. പിന്നെ വന്നിട്ട് എന്താ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള എന്താണ്? ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ടൈപ്പാണ്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന ടൈപ്പാണ്. ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, ചേച്ചി. എത്ര മണിക്ക് വന്നു അവിടെ മ്യൂസിയത്തിൽ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. രാവിലെ മുതലേ കറക്കം തുടങ്ങിയോ അല്ലെങ്കിൽ ഇപ്പോൾ? ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്, VMTV ന്യൂസ് ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഉത്തരം പറയൂ ഉടൻ പണം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. GK ആണ് ചോദിക്കുന്നത്. അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഈ GKയുമായി ബന്ധപ്പെട്ടൊക്കെ, കാരണം ഒരു നല്ല ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വേണം. എനിക്കതില്ലേ? കുഴപ്പമില്ല, ശ്രമിക്കൂ. അപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ. ഓക്കെ. അപ്പോൾ ആരാണ് മത്സരിക്കുന്ന? ആരാണ്? മൈക്ക് ആരുടെ കയ്യിൽ ഞാൻ തരണം? ഓക്കെ. ശരി. അപ്പോൾ 5 ഞാൻ പറയാം, അത് നിങ്ങൾ ഉത്തരം പറയാം. ഓക്കെ. അപ്പോൾ 5 ചോദ്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. 5 ചോദ്യം, ഓരോ ചോദ്യത്തിനും 50 രൂപ വെച്ച് ഞാൻ തരും. അത് പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ അതിനനുസരിച്ച് മൈനസ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് വേണം? എന്തെങ്കിലും ഒരു ഉത്തരം നിർബന്ധമായിട്ട് പറയണം. ഓക്കെ. അപ്പോൾ 5 ചോദ്യത്തിലുള്ള ആദ്യ ചോദ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും നമ്മൾ PSCയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ PSCക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് പേര് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ അയച്ചു തരുന്നുണ്ട്. സാധാരണ GK ചോദ്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് GK അടങ്ങിയതാണെങ്കിൽ പോലും കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ചോദ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അയച്ചു തരുന്നു. ഓക്കെ. ആദ്യ ചോദ്യത്തിലേക്ക് പോകണം. ചോദ്യം, ഒരു നല്ലൊരു പ്രധാനമന്ത്രി എന്ന് പറയാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആരായിരുന്നു കഴിഞ്ഞത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആരായിരുന്നു? ഇഷ്ടപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. താങ്കൾക്ക്? ജവഹർലാൽ നെഹ്റു. ശരി. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ട്. ചോദ്യം കേട്ടോ. ഹാൻപൂരിലെ ദയാനന്ദ് ആംഗ്ലോ വൈദിക് മഹാവിദ്യാലയത്തിൽ സ്വന്തം പിതാവിനോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ചു നിയമ പഠനം പൂർത്തിയാക്കിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. അത് രസമുള്ളൊരു ചോദ്യമാണ്. GK എപ്പോഴും നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം, പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് രസമുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഹാൻപൂരിലെ ദയാനന്ദ് ആംഗ്ലോ വൈദിക് മഹാവിദ്യാലയത്തിൽ സ്വന്തം പിതാവിനോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച് നിയമ പഠനം പൂർത്തിയാക്കിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നുള്ളത് ആരെന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു ചെറിയൊരു ക്ലൂ ഞാൻ തരാം. ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു സങ്കീർണം അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് അപ്പുറത്തേക്ക് ഒരു വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നു. കൂട്ടുകാരി എന്ത് പറയുന്നു? ഇന്ദിരാഗാന്ധിയാണ് നിയമ പഠനം പൂർത്തിയാക്കിയ പറഞ്ഞുതരാം. ഇത് എല്ലാം കൂടി ഇത് എൻ്റെ കയ്യിലായതുകൊണ്ട് അല്ല, കുഴപ്പമില്ല. ഹാൻപൂരിലെ ദയാനന്ദ് ആംഗ്ലോ വൈദിക് മഹാവിദ്യാലയത്തിൽ സ്വന്തം പിതാവിനോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച് നിയമ പഠനം പൂർത്തിയാക്കിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ. 3 ഉത്തരങ്ങൾ പറയാം. പറഞ്ഞോളൂ. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നു. താങ്കൾ ഒരു മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരാളുള്ളത് പറയും? ഇന്ദിരാഗാന്ധിയിൽ തന്നെ അങ്ങനെ നിയമം പഠിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞ മുൻ ഒരു പ്രധാനമന്ത്രി അതുപോലെ നിയമ പഠനം പൂർത്തിയാക്കിയ എന്ന് പറഞ്ഞാൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കൂടെ പറയുകയാണെങ്കിൽ ഒരാൾക്കൂടെ മീൻസ് ഒന്ന് ചിന്തിക്കണം. ഇന്ത്യയുടെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയാണ്.
കുഴപ്പമില്ല. ഹാൻപൂരിലെ ദയാനന്ദ് ആംഗ്ലോ വൈദിക് മഹാവിദ്യാലയത്തിൽ സ്വന്തം പിതാവിനോടൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച് നിയമ പഠനം പൂർത്തിയാക്കിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നുള്ളതാണ് ചോദ്യം. എനിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ, 3 ഉത്തരങ്ങൾ പറയാം, പറഞ്ഞോളൂ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നു. താങ്കൾ ഒരു മാറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരാളുള്ളത് പറയും. ഇല്ല, എൻ്റെ മൈൻഡിൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയിൽ തന്നെ അങ്ങനെ നിയമം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞ മുൻ ഒരു പ്രധാനമന്ത്രി അതുപോലെ തന്നെ നിയമ പഠനം പൂർത്തിയാക്കിയ എന്ന് പറഞ്ഞാൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കൂടെ പറയുകയാണെങ്കിൽ ഒരാൾക്കൂടെ ഒന്ന് ചിന്തിക്കണം. ഇന്ത്യയുടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയാണ്. അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ശരിയുത്തരം പറയണം. അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് AB വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി. കാർഗിൽ എന്ന് പറയുന്ന മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. പൊതുവേ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം? പൊതുവിജ്ഞാനമാണോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൊതുവിജ്ഞാനം കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലകൾ അറിയാം. A to Z എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാലകളൊക്കെ അറിയാം. ചോദ്യം: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന രാജ്യമാണ് വേണ്ടത്, സ്റ്റേറ്റ് അല്ല, രാജ്യം. ഓക്കെ, ഇംഗ്ലീഷ് അക്ഷരമാല ഇപ്പം AB രീതിയിൽ വരണം. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ്, ഇതൊക്കെ രസമുള്ള ചോദ്യമാണ്. GK ആണെന്ന് പറഞ്ഞാലും രസമാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന വരുന്ന രാജ്യം ഏതാണ്? എന്തായാലും ഈ സമ്മാനം, ഈ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് ചോക്ലേറ്റ്സ് ആയിരിക്കും കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇതൊന്നും മനസ്സിലൂടെ ഇതുവരെ കടന്നു പോകാത്ത ചോദ്യങ്ങളാണ്. റൈറ്റ്? ഇംഗ്ലീഷ് അക്ഷരമാല ഇപ്പോൾ എവിടെ എത്തി? എവിടെ എത്തിയിട്ടുണ്ട് കാര്യമായിട്ട്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യം AB അങ്ങനെ വരുമല്ലോ. AC, AD, AF, AG അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാല ഇതൊക്കെ PSCയിൽ ടൈമിംഗ് ഇത്തിരി ലേഖാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ABയിൽ തുടങ്ങുന്നുണ്ടോ, ACയിൽ തുടങ്ങുന്നുണ്ടോ, ADയിൽ തുടങ്ങുന്നുണ്ടോ, AFയിൽ തുടങ്ങുന്നുണ്ടോ, അങ്ങനെയാണ് ക്രമം എന്ന് പറയുന്നത്. AGയിൽ തുടങ്ങുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. അതാണ് ഇംഗ്ലീഷ് അക്ഷരമാല. അങ്ങനല്ല, ചോദ്യം അത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യം. AB എല്ലാവരും വിചാരിക്കും അബുദാബി വിചാരിക്കും. അബുദാബി എന്ന് പറയുന്ന രാജ്യമല്ല. ഇംഗ്ലീഷ് അക്ഷരമാല. ഓക്കെ, ശരി. മൂന്നാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം: ഓറഞ്ച്, നിലക്കടല, കരിമ്പ്, മധുരക്കിഴങ്ങ് ഇവയുടെ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഓറഞ്ച് ഉണ്ട്, നിലക്കടല, കരിമ്പ്. പാലക്കാട് ജില്ലയാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. കരിമ്പ്, മധുരക്കിഴങ്ങ് പാലക്കാടാണ്. നിലക്കടലയും പാലക്കാടാണ് തോന്നുന്നു. തോന്നൽ മാത്രം, അത് കൺഫേം ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നത് ജസ്റ്റ് ഗസ്സാണ്. പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓറഞ്ച്, നിലക്കടല, കരിമ്പ്, മധുരക്കിഴങ്ങ് ഇവയുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് പാലക്കാട് എന്നുള്ളത് റൈറ്റ് ആൻസർ. അങ്ങനെ ഒന്ന് കിട്ടി അല്ലേ? ഒന്ന് കിട്ടി. അപ്പോൾ പാലക്കാടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത്. 50 രൂപ വാങ്ങിച്ചു. ഓക്കെ, ഇനി നമുക്ക് പോകുന്നത് 4ാമത്തെ ചോദ്യമാണ്. റൈറ്റ്? ഓക്കെ, ആലോചിച്ച് ഉത്തരം പറയണം. ചെറിയ സൂചനകളൊക്കെ ഞാൻ തരാം, പക്ഷെ എന്നാലും ഒരുപാട് സൂചന തന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ അടിയിൽ വരുന്ന മെസ്സേജുകൾ കൂടുതലും തെറിവിളികളായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഓക്കെ, ചോദ്യം കേട്ടോ. 4ാമത്തെ ചോദ്യം: ഏത് ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ? ചോദ്യം: വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി ഏതാണ്? വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി. ഈ ഒരു ജീവിക്കാണ്, ഇതൊരു കഴിവ് എന്നല്ല പറയുന്നത്, അത് അതിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ സൂലൊക്കെ പോയാ? വരുന്നതേ ഉള്ളൂ അല്ലേ? വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടുത്തെ സൂലുണ്ട്. വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി ഏതാണ്? 4ാമത്തെ ചോദ്യമാണേ, ആലോചിക്കണം. എന്തെങ്കിലും ഒരു ഉത്തരം എനിക്ക് വേണം. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി ഏതാണ്? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടത്. ഇത് നമ്മുടെ സൂല്. ഒന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി. ഇത് PSC ചോദ്യമാണ് കേട്ടോ. തമാശ ഒരു രസമുള്ള ചോദ്യമാണെങ്കിൽ ഇതൊരു PSC ചോദ്യമാണ്. 4ാമത്തെ ചോദ്യമാണ്.
ജീവിത മൃഗാണോ? മൃഗം മീൻസ് ജീവനുള്ളത് എന്തും ജീവിയാണ് അല്ലേ? മൃഗം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് വായ തുറക്കുമ്പോൾ കണ്ണടക്കും. ഗസ് ചെയ്യുകയാണെങ്കിൽ ഉത്തരം ഗസ് ചെയ്യുന്നു. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നത് താങ്കൾ അതിലേക്കാണ്. ഓക്കെ, വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി ഏതാണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് ഹിപ്പോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി എന്ന് പറയുന്നത് ഹിപ്പോ അല്ല, മുതലയാണ്. മുതലയാണ് വായ തുറക്കുമ്പോൾ കണ്ണടക്കുന്ന ജീവി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഐശ്വര്യത്തോടു കൂടി ഇത് മെല്ലെ സാവധാനം ബണ്ണാർ വീട്ടിലുണ്ടോ? ബണ്ണാരൊക്കെ ഉണ്ടോ വീട്ടിൽ? ഓക്കെ, ഫൈനൽ ചോദ്യം. ഓക്കെ, ഒരു ലാസ്റ്റ് ചോദ്യമാണ്, അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. പൊതുവിജ്ഞാനമായതുകൊണ്ട് ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം കേട്ടോ, ചോദിക്കാം. അഫ്ഗാനിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള നാടോടിക്കഥകളിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഗുൽമഖായി എന്ന് പറയുന്നത്. ചോളപ്പൂവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗുൽമഖായി എന്ന് പറയുന്നത് ചോളപ്പൂവ് എന്നാണ് അർത്ഥം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏത് വ്യക്തിയാണ് തൻ്റെ ബ്ലോഗിന് ഗുൽമഖായി എന്ന പേര് നൽകിയിട്ടുള്ളത്? മലാല യൂസഫ്സായിൻ്റെ ബ്ലോഗിൻ്റെ ഒരു പേരാണ് ഗുൽമഖായി. അഫ്ഗാനിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള നാടോടിക്കഥയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഗുൽമഖായി. ചോളപ്പൂവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏത് വ്യക്തിയാണ് തൻ്റെ ബ്ലോഗിന് ഗുൽമഖായി എന്ന പേര് നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്. പറഞ്ഞിരിക്കുന്നത് മലാല യൂസഫ്സായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ അറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ച ഈ 5 ചോദ്യങ്ങളും നല്ല രസമുള്ള ചോദ്യങ്ങളാണ് അല്ലേ? ഒരു വെറൈറ്റി ചോദ്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ താങ്കളുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് മലാല യൂസഫ്സായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലാല യൂസഫ്സായി എന്നുള്ളത് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാ പിടിച്ചോ, 50 രൂപ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു ജേർണലിസ്റ്റ് ആയിട്ട് മാറട്ടെ. ഓക്കെ, അപ്പോൾ ആഗ്രഹം എവിടെയാണ്? എങ്ങനെ ഒരു ഇവിടെ തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ല വിട്ട് വേറെ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഞാൻ വയനാട് സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് തന്നെ വരണമെന്നാണ് ആഗ്രഹം അല്ലേ? ശരി, സന്തോഷം കേട്ടോ. ഓക്കെ, ഹാപ്പി ഡേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു യാത്ര, ഉത്തരം പറയൂ ഉടൻ പണം എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതാണ് 5 ചോദ്യങ്ങൾ. കൈ നിറയെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് പൈസയാണ് കേട്ടോ. അത് കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പൈസ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ 5 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ എന്താ പറയുക, 250 രൂപയാണ് കിട്ടുന്നത്. വെറുതെ കിട്ടുന്നതാണ് 250 രൂപ. 5 ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന 250 രൂപയാണ്. അപ്പോൾ പതിപോലെ നമ്മുടെ ഒരു യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ 5 ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.